വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 33 മുതൽ 39 വരെ. ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം. ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാർ മിക്കപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, അങ്ങനെ തന്നെ ഫരിസേയരുടെ ശിഷ്യന്മാർ. എന്നാൽ നിന്റെ കൂടെയുള്ളവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈശോ അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും. ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. എന്തെന്നാൽ പഴയതാണ് മെച്ചം എന്നാണല്ലോ പറയുന്നത്. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ 2-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 15 വരെ. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോകുകയില്ല. നമ്മുടെ കർത്താവും വിമോചകനുമായ ഈശോ മിശിഹായുടെ നിത്യമായ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സുഗമമായ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. എന്തെന്നാൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എനിക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എന്റെ വേർപാടിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും.